ഹലോ ഗായ്സ് വാട്ട്സ്ആപ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ ആദിരാജ്. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇനി നമ്മൾ ഇടും സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ്. അപ്പം നമ്മൾ ഇനി അങ്ങനെ ഇടുന്ന വ്ളോഗ്സൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. അടുത്ത സൺഡേ നമ്മൾ എന്തായാലും വ്ളോഗ് ഇടാൻ പോകുന്നില്ല, കാരണം എൻ്റെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ടെസ്റ്റാണ്. നമുക്കൊന്ന് ഊഹിക്കാനുള്ള കലണ്ടറിൽ നോക്കാം. കലണ്ടറിൽ ജൂലൈ അല്ലേ? ജൂലൈ 6 അടുത്ത ഞായറാഴ്ച എനിക്ക് വ്ളോഗ് ഇടാൻ കഴിയില്ല. ശനിയാഴ്ച നമ്മൾ വ്ളോഗ് ഇടും. കരാട്ടേൻ്റെ വയനാട് എത്തിയിട്ട് റൂമിൽ എത്തിയിട്ട് ഞാൻ നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾ പോകുന്ന അന്ന് 5-ാം തീയതി ഞാൻ ഒരു വ്ളോഗ് ഇടുന്നതാണ്, പോകുന്നതിൻ്റെ ഒരു വ്ളോഗ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്തായിട്ട് ഞാനൊരു വ്ളോഗ് ഇടും. ശനിയാഴ്ച മാത്രമേ അന്ന് വ്ളോഗ് ഇടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1. ഇനി സെക്കൻഡ് സാറ്റർഡേ ആണ് വരിക. എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് 1. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇതൊരു വ്ളോഗല്ലേ, നമുക്ക് എന്താ ചെയ്യാം. നമ്മളന്ന് പോകുന്ന വയനാടാട്ടോ. വയനാട് റൂം എത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ പല വ്ളോഗിലും എൻ്റെ റൂം കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ കുത്തുപണികളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. താരയുടെ ഇങ്ങനെ പൊന്ന ആരാടാ എടുക്കുന്ന രാത്രി ഏതോ ഒരു ചങ്ങായി വന്നിട്ട് പ്ലഗ് ഒന്ന് എടുത്താൽ കാണൂല. എവിടെ പോയി കിടക്ക? അമ്മേ, ആ പ്ലഗ് എവിടെ അമ്മ വച്ചേ? എന്തിന്? വീഡിയോയിലേക്ക് എന്തിന്? ഓ അങ്ങനെയൊക്കെ കാണായിട്ട് ചോദിച്ചാ. ഇവിടെ നമ്മുടെ ക്യാമറ വെക്കാം. എന്നിട്ട് എനിക്ക് ഇതവിടെ പോയിട്ടില്ലട്ടോ, ഞാൻ താക്കുന്നുണ്ട്. പൗഡർ വളരെ കൂടിപ്പോയി തോന്നി. കരാട്ടെ ക്ലാസ്സിൽ പോയി രാവിലെ കുടിക്കുന്നു. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു ഇങ്ങോട്ട് എല്ലാവരും ബനിയൻ എന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാൻ അവിടെ തന്നെ ഒന്ന് പോയിട്ടില്ല. എന്നിട്ട് 3 മിനിറ്റ് ബനിയൻ ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഇച്ചൻ്റെ ബനിയനാണ് എടുത്തിരുന്നത്. എനിക്കത് ശരിയായി പോയി. തോളയൊക്കെ ഉണ്ട്. ക്യാമറ എടുക്കട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കുട്ടി മണ്ണാക്കി. നമ്മളിതാ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വില വാഴയൊക്കെ അങ്ങനെ അവിടെ എനിക്ക് നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് പെയിൻറ്റ് നോക്കിയിട്ട് അവിടെയുള്ള പൊടി ചുരണ്ടും കണ്ടില്ലേ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുരണ്ടും. എന്നിട്ട് അത് സിമൻ്റാന്നൊക്കെയാ. എൻ്റെ ഒരു അനിയൻ വിളിച്ച് എൻ്റെ ആൻറ്റീൻ്റെ. ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരിക്കുന്നു ആൻറ്റിയുടെ കല്യാണം എന്ന് പറഞ്ഞ്. ആ അനിയനൊന്നല്ല കേട്ടോ,
ആ ആൻറ്റീൻ്റെ മോനൊന്നല്ല, അവൾക്ക് കല്യാണം എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏപ്രിൽ മാസത്തിലായിരുന്നു കല്യാണം. ഞാൻ അതിന് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ ഓരോ കല്യാണത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇതിന് മുന്നേ ഇട്ടൊരു വ്ളോഗിൽ അത് ചെയ്തത് എപ്പോഴായിരുന്നു? നമ്മുടെ മെയിൽ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ. അറിയത്തില്ല കൈസ്. ഞാൻ ഇപ്പോൾ തുറന്നിട്ട് തന്നെ 10-20 ദിവസമായി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് തന്നെ. എന്നാൽ മൈനർ വേർഷൻ അല്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം വേണം. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുതേ. വായിച്ച് ഉച്ചയ്ക്ക് എന്ത് സുഖമാണെന്നറിയോ കമൻറ്റ്. ഈ വീഡിയോ ഇട്ടിട്ട് വേണം തമ്പൈനൽ മേക്കർ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കേട്ട്. തമ്പൈനയിലൊക്കെ എന്തൊക്കെയോ ആയിപ്പോയി ഗൈസ്. അതാണ് ഏറ്റവും വലിയ. തമ്പൈനയിലൊന്നും ഇടാൻ കഴിയില്ല. എല്ലാം കൂടി ഒരു സംഭവമായിപ്പോയി. ഇവിടെ നമ്മൾ വേറെ പുട്ടിട്ടായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ മേലെ ഒരു പെയിൻറ്റ് അടിച്ചായിരുന്നു. അടിച്ച് പെയിൻറ്റ് നമ്മൾ അടിച്ചിട്ട് കഴിച്ചു. ഞാൻ തന്നെ അടിച്ചിട്ട് ഇവിടെ പെയിൻറ്റ് വാങ്ങി വെച്ചിനടിച്ച്. പിന്നെ പെയിൻറ്റ് ഉള്ള ആൾക്കാരെ അടിച്ചപ്പോൾ റൂമിലടിച്ചില്ല. അടിക്കാൻ ഞാൻ പറഞ്ഞു. ഗൈസ് എല്ലാവർക്കും കേൾക്കണ്ട കുറച്ച് കണ്ണാടി പൊട്ടിയോ? എന്തൊക്കെ വരച്ച് വെച്ചിക്കല്ലോ അനിയത്തി. ഇത് കാരങ്ങനെ ഒട്ടിച്ച് വെച്ച്. എനിക്കിഷ്ടമൊന്നല്ല കേട്ടോ അങ്ങനെ കളിക്കുന്നത്. അപ്പം ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വ്ളോഗിൽ നിന്ന് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ളിൽ വെച്ച് എല്ലാം ചെയ്യുക. അപ്പം ബായ്. ഒന്നുമില്ല, ബായ്.